സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അവരുടെ സീസണിലെ രണ്ടാമത്തെ സൈനിങ് അനൗൺസ്മെന്റും നടത്തിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗോൾ കീപ്പർ അർഷേഖ് അൻവറിന്റെ അനൗൺസ്മെന്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അർഷിന്റെ സൈനിങ് പൂർത്തിയായി എന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോ എക്സ്പെക്റ്റഡ് ആയിരുന്നു അടുത്ത അനൗൺസ്മെന്റ് അർഷിന്റെ തന്നെ ആയിരിക്കുമെന്നുള്ളത്. എനിവേ യുവ ഗോൾ കീപ്പർ അർഷേഖ് അൻവറിനെ 3 വർഷത്തെ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2028 വരെയാണ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറ്. ക്ലബ്ബ് വിട്ട കമൽജിത് സിംഗിനും സോംകുമാറിനും പകരക്കാരനായാണ് ഇപ്പോൾ അർഷിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ റിസർവ് ടീമിലായിരുന്നു ഇദ്ദേഹം മെജോറിറ്റി കളിച്ചിട്ടുള്ളത്. ATKയുടെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്ന അർഷ് മെയിൻ ടീമിൽ, മോഹൻ ബഗാന്റെ മെയിൻ ടീമിൽ വേണ്ടത്ര അവസരം കിട്ടിയിട്ടില്ല. കാരണം വിശാൽ കേത്തും ധീരജും വാഴുന്ന ഒരു സ്പോട്ടിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അറ്റൻഷൻ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ട് ഇദ്ദേഹം ഒരു മോശം ഗോൾ കീപ്പർ എന്നല്ല. നിലവിൽ ഇന്ത്യയിലുള്ള ഗോൾ കീപ്പേഴ്സിൽ വൺ ഓഫ് ദ പ്രോമിസിംഗ് ടാലന്റ് ആണ് അർഷ്. മാത്രമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി AFC കപ്പിൽ ഇദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UK വെച്ച് നടന്ന നെക്സ്റ്റ് ജെൻ കപ്പിലും വളരെ മികച്ച പ്രകടനമാണ് അർഷിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ വൺ ഓഫ് ദ ബെസ്റ്റ് അഡിഷൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. സോ ഇപ്പോൾ ആരാധകരുടെ സംശയം വരുന്ന സീസണിൽ ഗോൾ വിലക്കാക്കാൻ അർഷ് അൻവർ ഷെയ്ഖിന് പകരം വീണ്ടും സച്ചിൻ സുരേഷിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുമോ എന്നുള്ളതാണ്. എനിവേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. സോ വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.